മണികളെ, വിഗ്രഹങ്ങളെ, പ്രഭാവലി, അങ്കി മുതലായവ ചെയ്തു കൊടുക്കുമായിരുന്നു. നല്ല ഓടിൽ വെങ്കലത്തിലാണ് മണികൾ വാർത്ത് കൊടുക്കുന്നത് പള്ളിയിലേക്ക്. അതായത് അടിച്ചു കഴിഞ്ഞാൽ നല്ല നാദം കേൾക്കും. ഓം എന്നൊരു നാദം അതിൽ അടി കൊണ്ടു കഴിഞ്ഞാൽ അതാണ് വെങ്കലം പറിച്ച് വാർത്താലേ ആ നാദം കിട്ടുകയുള്ളൂ. ഇവിടെ പള്ളിയിലും മുൻപാലങ്ങളിലെ പള്ളികളിലേക്കും ശബരിമല, ഗുരുവായൂർ ഇങ്ങനെ സ്ഥലങ്ങളിലേക്കൊക്കെ മണികൾ വാർത്ത് കൊടുത്തിരുന്ന മാന്നാറിൽ നിന്നുമാണ്. അങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസ വാർപ്പ് 500 കിലോയുടെ വാർത്ത് കൊടുത്തു. അതുപോലെ അമ്പലപ്പുഴ മണി 480 കിലോ, 21 വഴിയുള്ള അപ്പക്കാര 21 എണ്ണം, അതുപോലെ പ്രഭാവലി, പിന്നെ വിളക്കുമാടം, അരവിളക്ക്, ഇങ്ങനെ പല പല സാധനങ്ങൾ ചെയ്തു കൊടുത്താൽ ഇതെല്ലാം ഹാൻഡ് ചെയ്യുന്നതാണ്. ഒന്നും മിഷനറി ഇല്ലായിരുന്നു ആ കാലത്ത്. ഈ സാധനത്തിന് വളരെയധികം ഡിമാൻഡായിരുന്നു. വീടുകളിൽ ഉപയോഗിക്കാനും ഉരുളികളൊക്കെ വേണ്ട നല്ല ഉരുളികളാണ്, കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ഉരുളികളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ നിലവിളക്ക്, ഇത് 2 തിരി നിലവിളക്കാണ്. ഈ നിലവിളക്കിന് അളവുണ്ട്. പൂമ്പിന്, എണ്ണ ഒഴിക്കുന്ന തട്ടിന്, പാദത്തിന്, ഇടത്തണ്ടിന്, ഇതെല്ലാം കണക്കുകളുണ്ട്. നല്ല ഓട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതിന് കാലിച്ചുകളൊന്നും ഉണ്ടാകുകയില്ല, താഴ്വണ ഒടിയുകയില്ല. കോപ്പറോട് ചേർത്തുണ്ടാക്കുന്ന നിലവിളക്കാണ്. കണക്കുകളുണ്ട് ഇതിന്. ഈ നിലവിളക്കാണ് കൃഷ്ണവത്ത നിലവിളക്ക്. അതുപോലെ ഉരുളി ആയാലും മണികളായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മണിക്ക് ഉപയോഗിക്കുന്ന വെറ്റിലാണിത്. ഈ സ്ക്രാപ്പ് കിട്ടും, കിണ്ണൻ, പഴയകാലത്തെ കിണ്ണൻ. ഈ സ്ക്രാപ്പ് ഉപയോഗിച്ചാണ് മണികൾ വാർക്കുന്നത്. നല്ല നാദം കിട്ടും മണികൾ വാർത്താൻ. അതുപോലെ കിണ്ടി, ഇതെല്ലാം കണക്കുകളുള്ള കിണ്ടിയാണ്. 1 ലിറ്റർ വെള്ളം കൊള്ളും. മോൾഡുണ്ടാക്കാനായിട്ടുള്ള ചെടികൾ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. തകഴി, എടത്തുവ, പാണ്ടനാട്, ഈ ഭാഗങ്ങളിൽ നിന്ന് ഇതിനാവശ്യമുള്ള ചെടികൾ കിട്ടുമായിരുന്നു. ഈ ചെടികൾ കൊണ്ടുവന്നാണ് ഞങ്ങൾ ഈ മണ്ണും കൂടി ചേർത്താണ് കുഴച്ചാണ് മോൾഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ചെടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ മെഴുക്, കുന്തിരിക്കം, വെള്ളമെഴുകുതിരി, ആവണക്കെണ്ണ, എള്ളെണ്ണ ഇതൊക്കെ ചേർത്താണ് മെഴുക് മെഴുകുണ്ടാക്കിയാണ്. മെഴുകിലാണ് ഇതിൻ്റെ ഒരു പുറം രൂപം രൂപപ്പെടുത്തുന്നത്. ആദ്യം ഉത്ഭാഗം രൂപപ്പെടുത്തും ചെടിയിൽ, പിന്നെ പുറം രൂപം മെഴുകിൽ രൂപപ്പെടുത്തും. പിന്നെ ചെടി പൊതിഞ്ഞ് ഓട്ടക്കലം പതിച്ച് പിന്നെ അതിനെ ഉണക്കി പിന്നെ ചൂടയിൽ വെച്ച് ചൂടാക്കി ചെമ്പരത്തിപ്പൂവിൻ്റെ കടലാക്കി എടുത്തിട്ട് അതിനാണ് വെറ്റലുരുക്കി ഒഴിച്ചാണ് ഇത് വാർത്തെടുക്കുന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ മോൾഡ് തല്ലി ഇളക്കി എടുത്തിട്ട് അതിൻ്റെ പുറംതൊലി കളഞ്ഞിട്ട് ഉൾഭാഗം വീണ്ടും മണ്ണുകളെല്ലാം കുത്തിക്കളഞ്ഞ് എടുത്തിട്ട് പിന്നെ അതിനെ ഫിനിഷ് ചെയ്തെടുത്താണ് ഇത് പുറത്തെത്തിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഇത് ആമാടപ്പെട്ടി, എത്തൂർപ്പെട്ടി എന്ന് പറയും. ഇതിനകത്ത് ആഭരണങ്ങൾ ഇട്ട് വെക്കാം, സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് വെക്കാം, വെള്ളിയാഭരണങ്ങൾ ഇട്ട് വെക്കാം, അതുപോലെ തന്നെ നാണയത്തുട്ടുകൾ ഇട്ട് വെക്കാം. ഇതൊക്കെ ഒരു പവിത്രമായൊരു സാധനമാണിത്. ഒരു വീട്ടിൽ വെള്ളം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ലോക്കുമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഇറക്കിയതാണ്. ഇതിന് അളവുണ്ട്. ഈ കുട്ടികളെല്ലാം നമ്മളിതിന് കിട്ടുന്നതാണ്. തടി നല്ല തടിയാണ്. നല്ല തടിയെ ചെയ്യത്തുള്ളൂ. പഴയ തടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തടി ഉളുക്കും, ചെതല് കയറും. അവിടെ നല്ല പഴയ തടി കിട്ടുവാണെങ്കിൽ ഇത് ചെയ്യത്തുള്ളൂ. ആശാരിമാരാണ് ഇത് പെട്ടി കൂട്ടിത്തരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ പിത്തള കൂട്ടുകൾ ഉണ്ടാക്കി ചേർത്ത് ഇതിൽ കെട്ടി കൂട്ടുമൊക്കെ ഉണ്ട്. പിന്നെ പള്ളിമണികൾ, അമ്പലമണികൾ, ഇതൊക്കെ ഉള്ളിപ്പ് വർക്കുകൾ. പിന്നെ ക്ഷേത്രങ്ങൾ സോപാനം പണി, വിഗ്രഹങ്ങൾ ചെറിയതൊക്കെ ചെയ്യും. അപ്പോൾ എത്ര വർഷമായി ഈ പണി തുടങ്ങിയിട്ട്? ഈ പണി ഞാൻ 1982 ഈ പണി ഞാൻ തുടങ്ങുന്നത്. ഇപ്പോൾ വീട്ടിൽ 2 ആല ഉണ്ടായിരുന്നു. ഒന്ന് മോൾഡിങ് സെക്ഷനിൽ, ഒന്ന് ഡൈകാസ്റ്റിങ്, ഒന്ന് ഈ ഉരുളികൾ, വാർപ്പുകൾ, മണികളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് അതിന് വേറൊരാല. ഇങ്ങനെ ഫാദറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് 10-20 തൊഴിലാളികൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജേഷ്ഠച്ചാരും ഈ തേക്കൂട്ടി നിർമ്മാണത്തിൽ ഇടപെട്ട് ജോലി കിട്ടുന്നത് മോൾഡിങ് സെക്ഷനിൽ. ഇസ്തിരിപ്പെട്ടി ഒരു ദിവസം ഒരു 40 എണ്ണത്തോളം മാറണമായിരുന്നു അന്നത്തെ കാലത്ത്. ഹൈറേഞ്ചിലൊന്നും കറണ്ട് ഇല്ലായിരുന്നുണ്ട്. ഇസ്തിരിപ്പെട്ടികളൊക്കെ ധാരാളം ആൾക്കാർ നിൽക്കുകയായിരുന്നു കൊണ്ടുപോയി കച്ചവടം ചെയ്യാനായിട്ട്. ഇന്ന് ഇസ്തിരിപ്പെട്ടിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ഇസ്തിരിപ്പെട്ടിയുടെ വർക്കുകൾ പൂർണ്ണമായിട്ട് നിന്നു. അതുപോലെ തന്നെ ആലകളിൽ അന്ന് നല്ല വർക്കുകളായിരുന്നു. ഞങ്ങൾ ഹാൻഡ്മെയ്ഡ് കൈകൊണ്ട് ചെയ്യുന്ന സാധനമായതുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡായിരുന്നു. ഉരുളികൾക്കായാലും വാർപ്പുകൾക്കായാലും അപ്പക്കാരിയായാലും പള്ളിമണികളായാലും നിലവിളക്കുകളായാലും കിണ്ടിയായാലും എല്ലാം നല്ല ഡിമാൻഡായിരുന്നു. വിഷവാതം സാധനം ഉള്ള മെറ്റലൊന്നുമല്ല, പോയിസണടങ്ങിയ മെറ്റലല്ല. ഇതിൽ ആഹാരം ഉണ്ടാക്കി പാചകം ചെയ്ത് ഇന്നീ പണികൾ പൂർണ്ണമായിട്ട് നിന്നിരിക്കുകയാണ്. പണികൾ കുറഞ്ഞു. കാരണം
ഈ പണിയിലോട്ട് പുതിയ തലമുറ വരുന്നില്ല. കാരണം അതിനുള്ള വേതനം കിട്ടുന്നില്ല. തീ കൊണ്ട് അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പാടുള്ള പണിയാണിത്. ഇന്നെല്ലാം മിഷനറി സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ സാധനത്തിന് ചിലവില്ല. പിന്നെ ക്ഷേത്രങ്ങളിൽ ചില വർക്കുകളൊക്കെ ഉണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അറിയാവുന്ന തിരുമേനിമാരും പള്ളിയിലച്ചന്മാരും ഒക്കെ പറയുന്നതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഹരിപ്പാട് ദേവി ക്ഷേത്രം, ആറന്മുള ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, പിന്നെ ആലപ്പുഴ, അങ്ങനെ പല ക്ഷേത്രങ്ങളിലേക്ക് വിളക്കുമാടങ്ങളും പല പല സാധനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫാദറൊക്കെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് വലിയ പാൽപ്പായസ വാർപ്പൊക്കെ 1982 ചെയ്തു കൊടുത്തത്. അത് ക്ഷേത്രത്തിൽ തന്നെ വെച്ച് വാർക്ക് ചെയ്യായിരുന്നു. ഇവിടുന്ന് വീട്ടിൽ വെച്ച് മോളുണ്ടായി കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ വാർക്ക് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 500 കിലോളം ഉണ്ടായിരുന്നത്. ഇപ്പോഴേ പുതിയ വാർപ്പ് വേറെ വാർപ്പ് ഈ അടുത്ത കാലത്ത്. പിന്നെ അവിടെ മണി വാർത്തായിരുന്നു അന്ന് 480 കിലോ. അതും ക്ഷേത്രത്തിൽ വെച്ച് വാർക്കുകയായിരുന്നു. പിന്നെ 21 കുഴിയുള്ള അപ്പക്കാരൻ ഓടിൻ്റെ